ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ധന്യനായ ഏകാധിപതിയും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും താൻ മാത്രം അമർത്ഥതയുള്ളവനും തത്വത്തിൻ്റെ മുദ്രയും തേജസ്സിൻ്റെ പ്രഭയുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുകയാണ്. നിങ്ങളുമായി ഒരുമിച്ച് വീണ്ടും ഒരു പ്രഭാത ചിന്ത നിങ്ങളുടെ അടുക്കലെത്തിക്കുവാൻ സർവകൃപാലുവായ ദൈവം തന്ന ഈ സന്ദർഭം ഒരിക്കലും പാഴാക്കാതെ വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ അടുക്കലേക്ക് പ്രഭാത ചിന്ത കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ച് നടത്തിയ പ്രഭാത ചിന്ത ലേഖനങ്ങളെക്കുറിച്ചുള്ള രണ്ടാമത്തെ പോയിന്റിലാണ് നമ്മൾ വന്നു നിന്നത്. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന പോയിന്റ് എന്തിനാണ് ഈ ലേഖനം എഴുതിയത് എന്നുള്ളതാണ്. അത് യാക്കോബിൻ്റെ ലേഖനം മാത്രമല്ല, മറ്റെല്ലാ ലേഖനങ്ങളും. അതിൽ മൂന്നാമത്തെ പോയിൻ്റായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നത് സഭയെ ഒന്നിപ്പിക്കുവാൻ, ദ യൂണിറ്റി എമംഗ് ദി ചർച്ച് എന്നാണ്. അപ്പോൾ സഭയെ ഒന്നിപ്പിക്കുക എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്? ഈ യേശു സ്വർഗത്തിൽ കരയേറിപ്പോയതിന് ശേഷം അപ്പോസ്തലന്മാർ പലയിടങ്ങളിലേക്ക് ചിതറിപ്പോകുവാനിടയായി. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ദൈവസഭകൾ റോമ സാമ്രാജ്യത്തിൽ മുഴുവൻ ഇങ്ങനെ പരന്നു കിടക്കുന്ന ഒരു സമയമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഫോണില്ല, ഇൻ്റർനെറ്റില്ല, വാട്സപ്പ് സൗകര്യങ്ങളില്ല, യാതൊരുവിധമായ ആധുനിക സൗകര്യങ്ങളും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം. പക്ഷേ എഫേസ്യ ലേഖനം എന്ന് നമ്മൾ പറയുന്ന ആ ലേഖനം, അതിനെയാണല്ലോ ലേഖനങ്ങളുടെ റാണി എന്ന് വിളിക്കപ്പെടുന്നത്. ആ ലേഖനങ്ങളുടെ റാണിയായ ആ ഒരു ലേഖനം കൊണ്ട് സഭ എന്താണെന്നും സഭയെ ഒന്നിപ്പിക്കാൻ പഠിപ്പിച്ച ഒരു കാലഘട്ടമാണ്. കൊലോസ്യ ലേഖനം 4:16 ഈ ലേഖനം നിങ്ങളുടെ ഇടയിൽ വായിച്ച ശേഷം ലവോദിക്ക സഭയിലും വായിക്കാൻ ഇടയാകുവിൻ, ലവോദിക്കയിലുള്ള ലേഖനവും നിങ്ങൾ വായിപ്പീൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ലേഖനങ്ങൾ മുഖേനയാണ്, അതായത് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ വാട്സപ്പോ ഇൻ്റർനെറ്റോ സൗകര്യങ്ങളില്ലാതിരുന്ന കാലഘട്ടത്തിൽ ലേഖനങ്ങൾ മുഖേനയാണ് മറ്റുള്ളവരിലേക്ക് എത്തപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ ലേഖനങ്ങൾക്കകത്തെല്ലാം മുന്തി നിന്ന വിഷയം എന്താണ്? അതിൻ്റെ പ്രാധാന്യത എന്താണ്? ഒരു വിശ്വാസം, ഒരേ ഉപദേശം, ഒരേ സഭ, ഒരു കർത്താവ്, ഒരു സ്നാനം, ഇങ്ങനെ ആയിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ സമ്പാദിക്കപ്പെട്ട ദൈവസഭയിലെ അന്നത്തെ ജനത്തിൻ്റെ അകത്ത് ഒരു വിശ്വാസം, ഒരു ഉപദേശം, ഒരു സഭ, ഒരു കർത്താവ്, ഒരു സ്നാനം, ഇങ്ങനെയുള്ള ആശയ സമ്പുഷ്ടമായിരുന്നു അവരുടെ. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നാം എത്തപ്പെട്ട് നിൽക്കുമ്പോൾ സഭകളുടെ എണ്ണം വർദ്ധിക്കുക മാത്രമല്ല, ഉപദേശങ്ങളുടെ നുഴഞ്ഞു കയറ്റങ്ങൾ ദൈവസഭയ്ക്കകത്ത് വളരെ ശക്തമായി ഉടലെടുക്കുവാനിടയായി. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം നാം വായിക്കുന്നത്, ഉപദേശങ്ങളുടെ ഓരോ കാറ്റിനാൽ സഭ ഇങ്ങനെ ആടി ഉലയുകയാണ്. നമുക്കറിയാം, നാമധേയ ക്രൈസ്തവ സംഘങ്ങൾ അവർ പഴയ നിയമ ആചാരത്തിലേക്കും അനുഷ്ഠാനത്തിലേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ വ്യത്യസ്തമായ സംഘടനകൾ, വ്യത്യസ്തമായ ആശയങ്ങൾ, വ്യത്യസ്തമായ ഉപദേശങ്ങൾ ഒക്കെ കൊണ്ടുവന്ന് പല സഭകൾ ഇവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. പലതിനും പലതിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. എല്ലാ പേരുകളും ഞാനിവിടെ പറയുന്നില്ല, അത് ശരിയല്ലല്ലോ. പക്ഷേ ദൈവസഭ എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. കർത്താവ് പറഞ്ഞു, ഞാനൊരു സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ദൈവസഭയും
അതിൻ്റെ മേലുള്ള പൈശാചിക പ്രവർത്തനങ്ങളും പ്രബലമാകുമ്പോൾ എന്തുകൊണ്ടാണ് കർത്താവ് ഇടപെടാത്തത് എന്ന് ചോദിച്ചാൽ, ഭൂമിയിൽ കർത്താവിന് സഭയില്ലാത്തത് കൊണ്ട്. ഇന്നത്തെ സഭ പലരുടെയും പേരുകളിൽ അറിയപ്പെടുമ്പോൾ, പല പ്രസ്ഥാനങ്ങളുടെ പേരിൽ അറിയപ്പെടുമ്പോൾ, വാസ്തവത്തിൽ നമ്മൾ ആരാധിക്കുന്ന ഇടത്ത് കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടോ എന്ന് നാം ഇതുവരെയും അന്വേഷിച്ചിട്ടുണ്ടോ? വെളിപ്പാട് പുസ്തകത്തിൽ നാം എന്താ വായിക്കുന്നത്? ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ടാൽ എന്നല്ലേ. ദാറ്റ് മീൻസ് എന്താണത് അർത്ഥമാക്കുന്നത്? വിച്ച് മീൻസ് കർത്താവ് സഭയ്ക്കകത്തുനിന്ന് പുറത്താണ്. കർത്താവ് സഭയ്ക്കകത്തില്ല. അവൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. കർത്താവിന് സഭയിലേക്ക് വരാൻ താല്പര്യമുണ്ട്. പക്ഷേ ഇവിടെ പല ഉപദേശങ്ങളും, പല ഡിനോമിനേഷനുകളും, പല ചേരിതിരിവുകളും, ഒരു സംഘടനയ്ക്കകത്ത് തന്നെ പല സംഘടനകൾ രൂപീകരിക്കപ്പെട്ട് കസാരകളിയും ഇവിടുത്തെ ബാലറ്റ് പേപ്പറും ഇവിടുത്തെ എന്ന് വേണ്ട വെറും ചീപ്പ് തറയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ പ്രഭാതത്തിൽ പറയട്ടെ, സഭ ദൈവത്തിൻ്റേതാണ്. എനിക്കും നിങ്ങൾക്കും അതിൻ്റെ അകത്ത് യാതൊരു വിധമായ അവകാശവുമില്ല. പക്ഷേ ദൈവസഭയ്ക്കകത്ത് ചില റോളുകൾ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ നമുക്ക് ലഭിക്കപ്പെട്ടത് ഇവിടുത്തെ കസേര കളിക്ക് വേണ്ടിയിട്ടല്ല, ഇവിടുത്തെ ഭൗതിക നന്മകളുടെ നേട്ടങ്ങൾക്കും വേണ്ടിയിട്ടല്ല, മറിച്ച് വല്ലവിധേനയും ഒരുവനെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ, ഒരുവനെ ക്രിസ്തുവിൻ്റെ അനുയായിയാക്കുവാൻ, ദൈവരാജ്യത്തിൻ്റെ അവകാശിയാക്കുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തെങ്കിൽ ഈ പ്രഭാതം നമുക്ക് ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസാണ്.